സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഇന്ന് ഈശോയുടെ സ്വർഗാരോഹണ ദിനമാണ്. സ്വർഗാരോഹണത്തിന് മുമ്പ് ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു, ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുവിൻ. ഇത് എളുപ്പമുള്ള ഒരു കാര്യമല്ലായിരുന്നു. കാരണം സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് നടന്ന തന്റെ ഗുരുവിന് എന്തു പറ്റിയെന്ന് അവർ വ്യക്തമായി കണ്ടിരുന്നു. എങ്കിലും അവർ ആ തമ്പുരാൻ ഏൽപ്പിച്ച മിനിസ്ട്രി പൂർത്തിയാക്കി അവരുടെ ജീവിത അവസാനം വരെ. അവരുടെ ജീവിതം അതിനുവേണ്ടി അവർ മാറ്റിവെച്ചു. സ്നേഹമുള്ള സഹോദര സഹോദരി, ഇന്ന് ഈശോ നമ്മളോടും ചോദിക്കുകയാണ്, നിനക്ക് എന്റെ മിനിസ്ട്രി തുടങ്ങാൻ പറ്റുമോ? പക്ഷെ ഒരു കണ്ടീഷനുണ്ട് കേട്ടോ. എന്താണ് കണ്ടീഷൻ? എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിന്റെ കുരിശെടുത്തുകൊണ്ട് വരണം വരാൻ. നിന്റെ കുരിശ് ഇട്ടിട്ട് എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അത് ശരിയായ ഒരു യാത്രയല്ല. ഇന്ന് പലരും കുരിശുപേക്ഷിക്കാനാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, കുരിശെടുത്തുകൊണ്ട് നീ അവനെ പിന്തുടരുവാണെങ്കിൽ അതിന്റെ സന്തോഷവും അതിന്റെ സൗന്ദര്യവും വർണ്ണിക്കാൻ വാക്കുകളില്ല. അങ്ങനെ അവർണ്ണനീയമായ ദാനത്തിന് കർത്താവേ അങ്ങേക്ക് സ്തുതി എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ആവശ്യമായ കൃപയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ സഹായിക്കണേ. വിശുദ്ധ ഔസേപ്പിതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.